കോർ ട്രെയിനിങ് എന്താണ് കോർ ട്രെയിനിങ്? ഇതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ്? എങ്ങനെ കോർ ട്രെയിനിങ് ചെയ്യണം എന്നിങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഒരുപാട് പേര് സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേപോലെ ട്രെയിനേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നുണ്ട്. കുറേ ട്രെയിനേഴ്സിനും അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ സ്വന്തമായിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോർ മസിൽ എക്സസൈസസ് അല്ലെങ്കിൽ കോർ സ്ട്രെങ്തനിങ് എക്സസൈസസ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്നത് അബ്ഡോമിനൽ എക്സസൈസസ് അല്ലെങ്കിൽ ക്രഞ്ചസ് ഇങ്ങനത്തെ എക്സസൈസുകൾ മാത്രമാണ്. പക്ഷേ വാസ്തവത്തിൽ ഈ ക്രഞ്ചസോ അല്ലെങ്കിൽ അബ്ഡോമിനൽ എക്സസൈസോ മാത്രം അല്ല കോർ ട്രെയിനിങ്. കോർ മസിൽ ഗ്രൂപ്പുകളിൽ വരുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രമാണ് അബ്ഡോമിനൽ മസിൽസ്. ഹ്യൂമൻ ബോഡിയുടെ ലുംബാർ പെൽവിക് ഏരിയയിൽ ചുറ്റുപാടുമായി കാണുന്ന മസിൽസ് ആണ് കോർ മസിൽ ഗ്രൂപ്പ്സ്. കോർ മസിൽസിനെ പൊതുവായി രണ്ട് കാറ്റഗറി ആക്കി പെടുത്താവുന്നതാണ്. ഒന്നാണ് സ്റ്റെബിലൈസർ മസിൽ ഗ്രൂപ്പ്സ്, രണ്ടാമത്തെ ഗ്ലോബൽ മൂവേഴ്സ് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റെബിലൈസേഴ്സിന്റെ അണ്ടറിൽ വരുന്ന മസിൽസ് ഇന്റേണൽ ഒബ്ലിക്സ്, അതേപോലെ ഡയഫ്രം, പെൽവിക് ഫ്ലോർ മസിൽസ്, മൾട്ടിഫിഡിയസ് മസിൽ ഗ്രൂപ്പ്സ് എന്നിങ്ങനെയുള്ള മസിൽ ഗ്രൂപ്പ്സ് ആണ് സാധാരണയായി സ്റ്റെബിലൈസേഴ്സ് മസിൽസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. ഗ്ലോബൽ മൂവേഴ്സ് മസിൽ ഗ്രൂപ്പ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത് ഇറക്ടർ സ്പൈനെ, അതേപോലെ ഗ്ലൂട്ടസ് മാക്സിമസ്, ക്വാഡ്രൈറ്റസ് ലംബോറം എന്നിങ്ങനെയുള്ള മെയിൻ മസിൽ ഗ്രൂപ്പ്സ് ആ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ കോർ മസിൽസ് എന്ന് പറയുന്ന മസിൽസിന്റെ ശരീരത്തിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയെ സ്റ്റെബിലൈസ് ചെയ്യാനും ഫങ്ഷണൽ മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ ബാലൻസിങ്ങും സ്റ്റെബിലൈസേഷനും അതേപോലെ ഫോഴ്സ് പ്രൊഡക്ഷനും ഒക്കെ ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും മസിൽ ഗ്രൂപ്പ്സുകളാണ് ഇത്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയും എക്സസൈസിൽ ഫോക്കസ് കൊടുക്കുന്നതാണ്. ഒരു പേഴ്സണൽ ട്രെയിനർ അവരുടെ ക്ലയൻസിനെ ട്രെയിനിങ് ചെയ്യിക്കുന്ന സമയത്ത് ആ സെഷൻ പ്ലാൻ ചെയ്യുമ്പോൾ കോർ മസിൽസിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കേണ്ടതും, അതേപോലെ ഏതൊരു വ്യക്തിയും സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിലും അവരും ഈ കോർ എക്സസൈസിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായി എക്സസൈസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആണെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് എക്സസൈസ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഈ കോർ എക്സസൈസിൽ പല വേരിയേഷൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതിൽ ചില എക്സസൈസുകൾ ചിലപ്പോൾ നിന്ന് ചെയ്യേണ്ടതായിരിക്കാം, ചില എക്സസൈസുകൾ ഫ്ലോറിൽ സുപ്പൈൻ പൊസിഷനിൽ ചെയ്യേണ്ട എക്സസൈസുകളായിരിക്കാം. സോ ഇതിൻ്റെ സെലക്ഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ വ്യക്തി ആരാണോ എക്സസൈസ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ മെയിൻ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം, അവരുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ചില വ്യക്തികളുടെ പ്രത്യേക പൊസിഷൻ, ലോങ് ടേം സിറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ഈ കോർ മസിലിൽ ചില പർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പ്സ്, ഫോർ എക്സാമ്പിൾ ഹിപ്പ് ഫ്ലെക്സേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലൂട്ടിയസ് മസിൽസ് ചിലപ്പം വളരെ വീക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഓവർ സ്ട്രെസ്ഡ് ആയിരിക്കാം. ചില മസിൽസ് കൂടുതലായിട്ട് കോൺട്രാക്റ്റഡ് സ്റ്റേജിലായിരിക്കാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവരുടെ പോസ്റ്ററൽ ഇൻബാലൻസും അതേപോലെ പർട്ടിക്കുലർ മസിൽസിന്റെ വീക്ക്നെസ് ഒക്കെ സംഭവിച്ച കാരണം കൊണ്ട് ബാക്ക് പെയിൻ പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഈ ഒരു ലിസ്റ്റ് ഓഫ് മസിൽസിൽ തന്നെ ചില പ്രത്യേക മസിലുകൾക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസിങ് കൊടുത്തിട്ടുള്ള എക്സസൈസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഓഫ് എക്സസൈസസ് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീപ്പ് നോളജ് ഇതിനകത്ത് ആവശ്യമാണ്. ഏതായാലും ചില 3-4 എക്സസൈസുകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ചില ലൈഫ് സ്റ്റൈൽ കാരണം കൊണ്ട് ഈ പറഞ്ഞ പോലെ ചില ഹിപ്പ് ഫ്ലെക്സർ മസിൽസ് ഓവർ ടൈറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഗ്ലൂട്ടിയസ് മസിൽസ് വളരെ ഓവർ സ്ട്രെച്ചഡ് ആവുന്ന കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കോർ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഈ വീക്കായ മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തനിങ് ചെയ്യാനും അതേപോലെ ഓവർ സ്ട്രെച്ച് ആയ മസിൽസിനെ കൂടുതൽ അതിന്റെ ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യാനുമുള്ള സ്പെഷ്യലൈസേഷനും കാര്യങ്ങളും ഫോക്കസിങ്ങും എല്ലാം ഒരു ട്രെയിനർ അല്ലെങ്കിൽ സ്വന്തമായി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഏതായാലും ചില കോർ എക്സസൈസസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പ്രധാനപ്പെട്ട ചില കോർ എക്സസൈസുകൾ. കോർ എക്സസൈസ് നമ്പർ 1, ഗ്ലൂട്ട് ബ്രിഡ്ജസ്. Core exercise number 2, elbow planks. Core exercise number 3, standing cable side chops. Core exercise number 4, standing single leg deadlifts.